ഇപ്പൊ അതൊന്നും ചോദിക്കണ്ട, പിന്നെ എത്തിക്കാൻ വാവച്ച. ആയിക്കോട്ടെ, വാവച്ചനൊന്നും അതൊന്നും വേണ്ട സമൻ സാറേ. വെച്ചോ, വാവച്ചന് ഇതിനു വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയതാ. കേസും വഴക്കൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. നല്ല സ്റ്റൈലൻ ആലോചനയായിട്ട് ഞാൻ വരും. എന്താ പിന്നെ നിർത്തണ്ട. മോള് കണ്ടോ, വാവച്ചൻ വന്നത് കല്യാണം സെപ്റ്റംബറിൽ നടത്തണമെന്ന് പറയാനാ. തീയതി അവർ നിശ്ചയിച്ചറിയിക്കും. ഈ കളി മാമനാണ് ചോദിച്ചത്. ഇനി മോള് കളിക്ക്. മോള് കളിക്ക്. അങ്ങനെ നമസ്കാരം സാർ. വേണ്ട വേണ്ട, ഇതെടുത്ത് ഞാൻ കയറിക്കോളാം. മോളെ പാവക്കുട്ടി മാറിപ്പോയി. പൈലും കുപ്പിയാ എന്റെ അമ്മച്ചി തോക്ക. ഇതാരാ അളിയനാ? ജോലിക്കും പണിക്കും പോകാതെ ഇങ്ങനെ കറങ്ങി നടന്നോ? എന്തെങ്കിലും ജോലിക്ക് പോടാ. എന്തായി സസ്പെൻഷൻ? ആദ്യം സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടാക്കി, എന്നിട്ട് ആണുങ്ങളെ പോലെ സസ്പെൻഷൻ മേടിക്കട്ടാ, എന്നിട്ട് സംസാരിക്കും. കർത്താവേ സ്തോത്രം. ഞാൻ അങ്ങോട്ടകത്തേക്ക്. അയ്യാ, നിങ്ങൾക്ക് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? ഞങ്ങൾ എവിടെയൊന്നും ഓർക്കാതിരിക്കാൻ യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാ ഇല്ലാത്ത ഒരാളുടെ പേരും കൂടെ പറഞ്ഞ് അങ്ങനെ നിങ്ങളുടെ സസ്പെൻഷൻ ഇപ്പൊ പിൻവലിക്കണ്ട. നിനക്കല്ലേലും ഞാൻ ജോലിക്ക് തിരിച്ചു കയറണമെന്നോ രക്ഷപ്പെടണമെന്നോ ഇല്ലല്ലോ. കേട്ടവരൊക്കെ പറയുന്നത് ദൈവം തമ്പുരാനായിട്ടൊരു അവസരം കൊണ്ട് തന്നുന്നാ. രൂപ 1 2 അല്ല, 2 ലക്ഷമാ. 2 lakhs. ജോണിച്ചായ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഈ കാര്യം ഇവിടെ മിണ്ടി പോരുത്. നിങ്ങളുടെ ചോരക്കുണ്ടായത് ഒരു പെങ്കുഞ്ഞ തന്നെ, അത് നിങ്ങൾ മറക്കണ്ട. അയ്യോ കർത്താവ്, ഇവിടെ എന്താ ഈ പറയണത്? നീ എന്താ കാര്യങ്ങൾ മനസ്സിലാക്കത്തത്? എടി, ഇപ്പൊ ഇതിൽ എന്തോ നഷ്ടമാ നമുക്ക് ഉണ്ടാകാൻ പോണത്, അല്ലെങ്കിൽ ലിസമൊക്കെ ഉണ്ടാകാൻ പോണത്. നീ അതൊക്കെ അവിടെ നിന്ന് വെച്ചേ. 36 പേരുടെ പേര് എന്തായാലും പറയണം. അതിൽ ദിയാന്റെ പേര് കൂടി പറഞ്ഞൂടെ? കർത്താവേ, കല്യാണ പെണ്ണങ്ങ് മെലിഞ്ഞു പോയല്ലോ. ഭക്ഷണം കഴിച്ച് നന്നായിട്ട് സുന്ദരി ആവണോട്ടാ. കല്യാണൊക്കെ അടുത്ത് വരിക. അയ്യോ പാവം. അത് കത്തി മാറ്റി വെക്ക്, ഞാൻ പോയിട്ട് പോരാ. ലിസബോൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണല്ലേ. ജോണിക്കുട്ടിച്ചായൻ ലിസമോളുടെ കാര്യം ഓർത്ത് എന്നും വൈകിട്ട് കുറെ നേരം കരയും. പകല് കരയാൻ ജോണിക്കുട്ടിച്ചായന് നേരില്ലല്ലോ. മോളറിഞ്ഞില്ലേ, ഈ ജോണിച്ചായൻ സസ്പെൻഷനില്ല. മോൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ജോണിക്കുട്ടിച്ചായൻ പണ്ട് ഇടുക്കിയിൽ സർക്കസ് കാണാൻ കൊണ്ടുപോയത്, ജംബോ സർക്കസ്. അന്ന് മോള് ബസ്സിൽ വെച്ച് വാള് വെച്ചു, ഛർദിച്ചേ. എന്റെ ഭാര്യയുടെ അനിയത്തിയാണെങ്കിലും ലിസമോൾ എനിക്ക് മൂത്ത മോളെ പോലെയാ. ആ മോൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് ഓർക്കുമ്പോ അവന്റെയൊക്കെ തലയിൽ വെള്ളിടി വെട്ടട്ടെ. മോള് നോക്കിയ ഇതാരാണെന്ന്? നെടുങ്കണ്ടൻ സാബു, നേതാവാ. പേര് കൊടുത്തു വെച്ചോ, കോടതി പറയാനുള്ളതാ. നെടുങ്കണ്ടൻ സാബു, 34 വയസ്സ്. മോൾ ഈ പേര് വെറുതെ ഒന്ന് പറഞ്ഞാ ജോണിച്ചായന്റെ സസ്പെൻഷനും പിൻവലിക്കും, 2 ലക്ഷം രൂപയും കിട്ടും. പേര് മറക്കണ്ട, നെടുങ്കണ്ടൻ സാബു, 34 വയസ്സ്. ഉദാഹരണത്തിനൊരു അപ്പുക്കുട്ടൻ ഉണ്ടെന്നിരിക്കട്ടെ, അതിന് പകരം നെടുങ്കണ്ടൻ സാബു, 34 വയസ്സ്. മാറ്റി പറയുന്നത് ഒരു പേര്, നമുക്ക് കിട്ടുന്നതോ ഒരു പുതിയ ജീവിതം. കേസിൽപ്പെട്ട ഒരുത്തിനെ രക്ഷിക്കാൻ ഞാൻ പറയുന്നില്ലല്ലോ, ഇല്ലാത്ത ഒരുത്തിനെ ഉൾപ്പെടുത്താനല്ലേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്താ ഛേദം? ഇന്നലെയുള്ളോർ ഇന്നിവിടില്ല, ഇനി വരികില്ല. സീനിയോറിറ്റി ഒന്നും വേണ്ട, അവസാനത്തെ പേരായിട്ട് പറഞ്ഞാ മതി. നെടുങ്കണ്ടൻ സാബു, 34 വയസ്സ്. പറയൂലേ? ഞാൻ എന്നെ തല്ലിയല്ലേ? സാറന്മാര് പറ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്തായാലും 36 പേരുടെ പേര് ആ പെണ്ണ് പറയണം. ഇല്ലെങ്കിൽ തത്ത പറയണ പോലെ സാറന്മാരെ അവളെ കൊണ്ട് പറയിപ്പിക്കും. ആരെ രക്ഷപ്പെടുത്താന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞ പറയുന്നേക്ക് നീ പോ. നീ പോളെ, ഞാൻ പൊക്കോളാം.
എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ കാല് കുത്തത്തില്ല. എടി ടീച്ചേ, കൊച്ചിനെടുത്തോണ്ട് ഇറങ്ങി വാടി. ഇനി ഇങ്ങനെ ഒരു പപ്പയില്ല, ഒരു ബന്ധമില്ല. ഇറങ്ങി 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 വാടി. ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോ. വരുന്നില്ലെന്നാ? അനിയത്തി പെണ്ണിനെ പോലെ നീ നാട് ഇറങ്ങാൻ പോവുക? വലിച്ചു കീറി ഞാൻ. ജോണിക്കുട്ടി ഇതോട് പോനാ പറഞ്ഞേ. അതേടാ, ഞാൻ പോകാം. എന്നാലല്ലേ നിന്റെ ഡിങ്കോലാപ്പി ഇവിടെ നടക്കത്തുള്ളൂ. ഏതൊരിപ്പിടിയാണ് നീ ചാപ്പ കുത്തിയിരിക്കുന്നത്? രണ്ടാമത്തേനെ അല്ലെങ്കിൽ ഇളയതിനെ അല്ലെങ്കിൽ എന്റെ കെട്ടിയോളെ? കാണിക്കുന്നേ ചുമ്മാ ഇരുന്നേ. അങ്ങോട്ട് പോയേ. വേണ്ട വേണ്ടെന്ന് വെച്ചാ സമ്മതിക്കല്ല. ശ്രീം ക്രീം ക്ലീം തമല തിമല തലപ്പാറ ഭഗവതി, ചാത്തന്മാരെ ചാത്തന്മാരെ, അപ്പനപ്പൂപ്പന്മാരെ, ഓം ശ്രീം ക്രീം. എന്റെ തള്ള നിങ്ങളിത് കൊണ്ട് പോകുന്നുണ്ടോ? നാട്ടുകാർ കാണണ്ട. നാട്ടുകാരറിഞ്ഞ നാണക്കേടുണ്ടാവുന്ന ഒരു തൃപ്പുത്രൻ. എനിക്കറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക, നിന്റെ ആരാ അവര്? അവൻ പോയിരിക്കുന്നു യന്ത്രവൾക്ക് വേണ്ടി അംഗം കുറിക്കാൻ. തള്ളയൊന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? എനിക്ക് തന്നുണ്ടടാ. ചാലത്തെ വാസുവിന്റെ മകളാ ഞാൻ. തലപ്പാറ ഭഗവതിയുടെ പുണ്യമുള്ളവള്. ദേവിക്ക് അങ്ങനെയൊന്നും പെട്ടെന്ന് മറക്കത്തില്ല. മറക്കുന്ന ചോരയുമല്ല ദേവിയുടേത്. അവന്റെ രണ്ടാമത്തെ മോള് ഷെർലിനെ നിനക്ക് പെണ്ണി ചോദിച്ചെന്നപ്പോ അവൻ എന്നതാ പറഞ്ഞേ? നമ്മൾ ഹിന്ദുക്കൾക്ക് മുറപ്പെണ്ണെന്ന് പറയുന്നത് അവർ ക്രിസ്ത്യാനികൾക്ക് പെങ്ങടെ സ്ഥാനമാണെന്ന്. ഓ, പിന്നെ എന്നാത്തിനാടാ അവള് നിന്റെ പിന്നാലെ പ്രേമിച്ചോണ്ട് നടന്നത്? എന്റെ പൊന്നമ്മേ, ഒന്നും മിണ്ടാതിരി. എടി കൊച്ച, ഇത് കേട്ട് നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. പ്രേമാവക്ക് ഇങ്ങോട്ടായിരുന്നു. നിങ്ങളുടെ കല്യാണത്തലേന്ന് ആ പെങ്കൊച്ചു നമ്മുടെ വീട്ടിൽ വന്ന് കരഞ്ഞ കരച്ചില് ഇപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. മോളെ, മോളിത് കേട്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഓ, എനിക്ക് വിഷമൊന്നുമില്ലമ്മേ, ഞാൻ ഇത് എപ്പോഴും കേൾക്കുന്നതല്ലേ. അന്ന് ഞാൻ ഈ മരങ്ങോടിനോട് പറഞ്ഞതാ രായ്ക്ക് രാമാനും ചെന്ന് പിടിച്ചിറക്കിക്കൊണ്ട് വരാൻ. തള്ള എന്റെ കുടുംബം കലക്കി അടങ്ങൂലേ? കയ്യും കാലും ഒടിഞ്ഞു നന്നായി. ഇനി 5-6 മാസത്തേക്ക് കുണവധികാരം കൊണ്ട് അങ്ങോട്ട് കയറത്തില്ലല്ലോ. നിന്നെ കൊക്കയിലേക്ക് തള്ളിയിട്ടവനെ നേരത്തോട് നേരെ അടുക്കും മുമ്പ് ഞാൻ കാണിച്ചു കൊടുക്കാം. മോളെ, നമ്മുടെ പൂവൻ കോഴിയെ നാളെ അഴിച്ചുവിടണ്ട. കോഴിക്കകത്ത് ദേവിക്കൊരു പ്രയോഗമുണ്ട്, കാണിച്ചു കൊടുക്കാം. അമ്മേ ദേവി മഹാമായേ. ആ കസേര എടുത്ത് അങ്ങോട്ടും ഇതാ അവിടെ. ആ സാമൂല്, വിശേഷങ്ങളൊന്നും സാമൂല് അറിഞ്ഞില്ല അല്ലേ? ഇടോ, എനിക്ക് നാട്ടിലേക്ക് മാറ്റമായി. വെറും മാറ്റമല്ല, പ്രമോഷനോട് കൂടിയ സ്ഥലം മാറ്റം. തൻ്റെ ഒപ്പം നിന്നതിന് കുഞ്ചറിയ എനിക്ക് തന്ന സമ്മാനം. ഓർഡർ കൈ കിട്ടിയിട്ട് ഒരാഴ്ചയായി. ആരോടും പറയാതെ ചില ശ്രമങ്ങൾ നടത്തി നോക്കി, പറ്റിയില്ല. ഇരുവഴിയിൽ കാക്കത്തണല് പോലും ഇല്ലാതെ തനിച്ചാക്കിയിട്ട് ഞാൻ പോവുക. പക്ഷേ താൻ തോക്കരുത്. പെൺമക്കളുള്ള മുഴുവൻ അച്ഛന്മാരുടെയും പ്രാർത്ഥന തനിക്കുണ്ടാവും. ഗതികേട് കൊണ്ടാടൂ, ഇല്ലെങ്കിൽ പുല്ലുപോലി ഉദ്യോഗം വലിച്ചെറിഞ്ഞ് തൻ്റെ ഒപ്പം ഞാനും വന്നേനെ. കഷ്ടപ്പാടിന്റെ ഉറക്കമില്ലായ്മയുടെയും കാര്യത്തിൽ നമ്മുടെ കൂടപ്പുറപ്പുകളാ. എണ്ണിച്ചുട്ട അപ്പം പോലെ ശമ്പളം വാങ്ങിക്കുന്ന സർക്കാർ ജീവനക്കാര്. എടോ, മക്കളോട് പറയണം യാത്ര പറയാൻ ശേഖരണങ്ങൾ വരില്ല. എന്താ പപ്പ ഇത്? നിനക്ക് എന്തിനായിരിക്കും പെൺമക്കളെ ജനിച്ചത്?
വേഗം ആട്ടെ മോളെ, വണ്ടി പോവും. ഓ ഇല്ല പപ്പാ, മണി 8 ആവുന്നേ ഉള്ളൂ. ആഹാ, നീ ഇത് കഴിച്ചില്ലേ? അയ്യോ എനിക്കത് വേണ്ട, അത് കഴിച്ചാൽ എനിക്ക് ഓക്കാനം വരും. അങ്ങനെ പറഞ്ഞ പറ്റില്ലല്ലോ. ഓർമ്മയ്ക്കും ശക്തിക്കും ചന്ദൂസ് ബ്രഹ്മി. എനിക്ക് വേണ്ട, വേണ്ട പപ്പ പ്ലീസ്. ആ, നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് കിട്ടുമെന്നല്ലേ പറഞ്ഞത്? കഴിഞ്ഞ 2 വട്ടവും ഫിസിക്കൽ സയൻസിനാണ് നീ കൂടുതൽ മാർക്ക് വാങ്ങിച്ചത്. ഇത്തവണത്തെയും കൂടെ നോക്കിയിട്ട് വേണം എൻട്രൻസിന് ഏത് കോച്ചിങ്ങിനാ പോവേണ്ടെന്ന് തീരുമാനിക്കാൻ. ഇന്ന് കിട്ടുമായിരിക്കും പപ്പ. വാങ്ങണ്ടാവില്ല മോളെ. ടാങ്ക് ആയിരിക്കും. നീ പോടി അവിടെ നിന്ന് കുശുമ്പി. ലിസമോക്ക് ഇത്തവണ ഹൈ ഡിസ്റ്റിങ്ഷൻ ഉണ്ടാവും ഇല്ലേ മോളെ? ഇല്ലെങ്കിൽ മോളുടെ പപ്പനെ പിന്നെ കാണില്ല. ലിസമോക്ക് അറിയില്ലേ, പപ്പ ഈ കഷ്ടപ്പെടുന്നതെല്ലാം ഈ ഒരു പ്രതീക്ഷയല്ല. ആ പ്രതീക്ഷ തെറ്റിയാ പിന്നെ. ഞാൻ പോട്ടെ പപ്പ, ബസ്സിന് സമയായി. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, റാങ്ക് വാങ്ങിച്ച ഐസ്ക്രീമും എറണാകുളം ട്രിപ്പും. സൗമിനി നിക്ക്, ഞാനും വരുന്നു. ഒന്ന് വേഗം വാടി, വരുമല്ലേ? ബസ് ഇപ്പൊ പോവും. മലയാള നോവലിന്റെ കുലപതികളായ ഒ ചന്തുമേനോന്റെയും CV രാമൻ പിള്ളയുടെയും ഗദ്യത്തെ പറ്റി പറയുമ്പോൾ ഒ ചന്തുമേനോൻ ഒരു തനി മലയാളക്കാരനും CV പ്രൗഢ സംസ്കൃതക്കാരനുമാണെന്ന് ഒഴുക്കനായി പറഞ്ഞു പോകാറുണ്ട്. 2 നിരീക്ഷണങ്ങളും അർത്ഥസത്യങ്ങളാണ്. ചന്തുമേനോന്റെ പക്കൽ വേണ്ടുവോളം സംസ്കൃതവും CVയുടെ കൈവശം വേണ്ടുവോളം മലയാളവും ഉണ്ടായിരുന്നു. യെസ്, ജിത്തു ഫിലിപ്പ്, ലിസമ സാമുവൽ, 2 പേരും പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് ചെല്ലൂ. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഞാൻ കണ്ടു. എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ 2 പേരെയും എക്സാമിന് ഇരുത്തുന്ന പ്രശ്നമില്ല. ബിലോ 80% ഉള്ളവരെ ഫൈനൽ എക്സാമിന് അപ്പിയർ ചെയ്യിക്കേണ്ടെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ സ്ട്രോങ് ഡിസിഷൻ. അതുകൊണ്ട് 1 വർഷം നഷ്ടമാകാതിരിക്കണമെങ്കിൽ പേരൻസിനെ വിളിച്ചുകൊണ്ടുവന്ന് TC വാങ്ങി മറ്റേതെങ്കിലും സ്കൂളിലേക്ക് ഉടനെ തന്നെ മാറണം. കഴിഞ്ഞ 10 വർഷം തുടർച്ചയായി 100% ഡിസ്റ്റിങ്ഷൻ വാങ്ങിക്കുന്ന സ്കൂളാ ഇത്. നിങ്ങൾ പഠിക്കാൻ മോശക്കാരല്ല, പക്ഷെ പഠിക്കുന്നില്ല. വേണ്ട, നിങ്ങളെ പോലെയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ ഈ നാട്ടിൽ ധാരാളം സ്കൂളുകളുണ്ട്. അവിടേക്ക് പോയിക്കോളൂ. വെറുതെ എന്തിനാ നല്ലൊരു സ്ഥാപനത്തിന് നിങ്ങളായിട്ട് ചീത്തപ്പേരുണ്ടാക്കുന്നേ? ഓംചായോ, ദേ മറ്റേ സെന്റ് തോമസിലെ പാർട്ടി. എവിടെ? ദോണ്ടെ അവിടെ. വിളിക്ക്. വിളിച്ചു കയറ്റുന്നേ. ചെന്ന് വിളിക്ക്. സമയം ഇത്രയല്ലോ. കൊച്ചിനൊന്നും സ്കൂളില്ലായിരുന്നോ? എന്നാ പറ്റി? വീട്ടിൽ നിന്ന് കയറി വെച്ച് പോകുന്നതാ? എന്നതാ പിണഞ്ഞത്? സ്കൂളിൽ പ്രശ്നം വല്ലതും ഉണ്ടോ? ആൾക്കാർ കാണുന്നു പറയാതെ. ഈ സമയം നമ്മളെ അറിയാവുന്ന ആൾക്കാരെ ഇവിടെ മൊത്തം. നീ ഒരു കാര്യം ചെയ്യ്, വണ്ടിയിലോട്ട് കയറി. എന്നാ പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാം. നീ വാ, പറയുന്ന കേക്ക് പെണ്ണേ. ഡിസമ്മേ, നീ പേടിക്കാതെ. ഇന്നൊരു ദിവസം മാറി ഇന്നാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ.
വീട്ടിലെത്തിയില്ല എന്നറിയുമ്പോൾ നിന്നെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ട പ്രിൻസിപ്പൾ മുട്ട് പിടിച്ച് മൂത്രം ഒഴിച്ചോണ്ട് വന്ന് നിന്നെ പരീക്ഷയ്ക്ക് ഇരുത്താൻ സമ്മതിക്കും. പിന്നെ നിന്റെ പപ്പ മാർക്ക് കുറഞ്ഞാലും വേണ്ടില്ല, എന്റെ കൊച്ചിനെ ഒന്ന് കണ്ടാ മതി എന്ന് പറഞ്ഞ് പരക്കം പായി. അയ്യോ വേണ്ട വേണ്ട, എന്റെ പപ്പ പാവാ. എന്റെ ലിസമ്മേ, അതിന് നമ്മളെങ്ങും പോകുന്നില്ലല്ലോ. ഒരു വരട്ട്, ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ഇല്ലാതെ ഈ പ്രശ്നമായിട്ട് വീട്ടിലോട്ട് ചെന്നാ എന്താവും ഗതി? ഇന്നൊരു 8-9 മണിയാകുമ്പോഴേക്കും എല്ലാം ഒന്ന് കലങ്ങി തെളിയും. മാർക്ക് കുറഞ്ഞൊരു പ്രശ്നമല്ല എന്ന് പ്രിൻസിപ്പാളും നിന്റെ പപ്പായും ഒരേ സ്വരത്തിൽ പറയും. മണിയപ്പാ, വണ്ടി ഇറ. എടാ മണിയപ്പാ, എടാ എണ്ണീരടാ, നേരം എടുത്തുന്നോ. പോത്തുപോലെ കിടന്ന് ഉറങ്ങുവാ. കണ്ണടച്ചുള്ളൂ. അതെ, ഞാനങ്ങോട്ട് പോവാ. പെണ്ണിന് സംശയമൊന്നുമില്ലല്ലോ. ഏയ്, കാശ് വല്ലതും വേണ്ടി വന്നാ നീ എന്റെ പുതിയ BSNL നമ്പറിലോട്ട് വിളിച്ചാൽ മതി. ആവശ്യം വരും. ഒരു 10,000 തന്നിട്ട് പോകും. അപ്പൊ ഇന്നലെ തന്ന 25. ആ പെണ്ണിന്റെ മട്ടും രീതി കണ്ട ജോർജ് കുട്ടി എമ്പടി അലവാവുന്നാ തോന്നുന്നു. തോമിച്ച പറഞ്ഞിട്ട് പെട്ടെന്ന് മുങ്ങിക്കോ. സമയം ഞാൻ നാട്ടിൽ വരെ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചേച്ച് വരാം. നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ മണിയപ്പൻ റൂം നമ്പർ 203 എന്തിനാടി പെണ്ണെ നീ ഇങ്ങനെ പേടിക്കുന്നേ? ഇങ്ങനൊരു പേടി പാർട്ടി. ഭക്ഷണമൊക്കെ കഴിച്ച് മിടുക്കി കുട്ടിയായിട്ടിരിക്കെ. ഞാനിപ്പോ ഇങ്ങ് വരില്ലേ?